ലോകകപ്പ് ഇനി നോക്കൌട്ട് ആവേശത്തിലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞു. ഇനി ഒരൊറ്റ പിഴവ് പോലും പുറത്തേക്കുള്ള വഴി തുറക്കുന്ന റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾ. പ്രമുഖരെല്ലാം യോഗ്യത നേടിയതോടെ ഇത്തവണത്തെ നോക്കൌട്ടിൽ തീ പാറുമെന്നുറപ്പ്. ഇതിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു മത്സരത്തിലേക്കാണ്. 6ാം ലോകകപ്പ് മോഹവുമായി എത്തുന്ന കാനഡയ്ക്ക് മുന്നിൽ ഇത്തവണ ഏഷ്യൻ കരുത്തുമായി ജപ്പാൻ വഴിമുടക്കാനെത്തുന്നു. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. കാനഡകൾ പറക്കുമോ അതോ സാമുറായികൾ വെട്ടിവീഴ്ത്തുമോ? നോക്കാം. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് മോഹവുമായി ഇറങ്ങിയ ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് സിയിൽ നിന്ന് ചാമ്പ്യന്മാരായാണ് റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയിരിക്കുന്നത്. ബ്രസീലിന്റെ എതിരാളികളായി ആരെത്തുമെന്ന് ഉറ്റുനോക്കിയ ആരാധകർക്ക് ഇപ്പോൾ ചെറിയൊരു ചങ്കിടിപ്പുണ്ടെന്ന് പറയാം. കാരണം ഏഷ്യക്കാരായ ജപ്പാനാണ് ബ്രസീലിന്റെ മുന്നിലെത്തുന്നത്. ഗ്രൂപ്പ് എഫിൽ 2ാം സ്ഥാനക്കാരായ ജപ്പാൻ ബ്രസീലിന് അത്ര എളുപ്പത്തിൽ മറികടക്കാവുന്ന നിരയായിരിക്കില്ലെന്ന് ഉറപ്പാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും ജപ്പാൻ തോറ്റിരുന്നത് എടുത്തു പറയേണ്ടതാണ്. കരുത്തരായ നെതർലൻഡ്സിനെ 2-2 സമനിലയിൽ തുളച്ച ജപ്പാൻ ടുണീഷ്യയെ എതിരില്ലാത്ത 4 ഗോളിന് കീഴടക്കി. സ്വീഡനോട് 1-1 സമനില നേടിയാണ് ജപ്പാൻ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ വമ്പന്മാരായ ജർമ്മനിയെയും സ്പെയിനെയും വീഴ്ത്തിയ ചരിത്രമുള്ള ജപ്പാനെ അണ്ടർഡോഗ്സ് എന്ന് വിളിച്ച് ആരും നിസ്സാരക്കാരായി കാണില്ല. അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് ജപ്പാൻ വലിയൊരു ഭീഷണി തന്നെയാണ്. ജർമ്മനിയെയും സ്പെയിനെയും 2-1 അന്ന് ജപ്പാൻ വീഴ്ത്തിയത്. ബ്രസീൽ മൊറോക്കോയോട് 1-1 സമനില വഴങ്ങിയ ശേഷം ഹെയ്ത്തിയെ 3-0 സ്കോട്ട്ലാൻഡിനെ 3-0 തകർത്താണ് റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. ബ്രസീൽ നിരയിലേക്ക് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ്. വിനീഷ്യസ് ജൂനിയർ മികച്ച ഫോമിൽ മുന്നോട്ട് പോകുന്നത് ടീമിന് കരുത്താവുന്നുണ്ട്. 3 മത്സരത്തിൽ നിന്ന് 4 ഗോളും 1 അസിസ്റ്റും വിനീഷ്യസ് നേടിയിട്ടുണ്ട്. പരിക്കിനിടവേളയ്ക്ക് ശേഷം നെയ്മർ മടങ്ങിയെത്തുമ്പോൾ ഫോമിലുള്ള വിനീഷ്യസിനൊപ്പം ഈ സഖ്യം ജപ്പാൻ പ്രതിരോധ കോട്ട തകർക്കുമെന്നാണ് ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷ. റാഫീനിയുടെ പരിക്ക് ഇതിനിടെ തലവേദനയായി മാറുന്നുണ്ട്. എന്നാൽ ക്യൂന മികവ് കാട്ടുന്നത് കാർലോ അഞ്ചലോട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ മധ്യനിരയുടെ സ്ഥിരതക്കുറവ് പ്രശ്നമാണ്. പ്രതിരോധത്തിൽ വിടവ് നികന്നെന്ന് പറയാനാവില്ല. പലപ്പോഴും ഗോളി അലിസൺ ബെക്കറുടെ മികവാണ് കൂടുതൽ ഗോൾ വഴങ്ങാതെ ബ്രസീലിനെ രക്ഷിച്ചത്. തന്ത്രം പിഴച്ചാൽ പുറത്തേക്ക് വഴി തുറക്കുന്ന നോക്കൌട്ടിൽ ജപ്പാന്റെ വേഗ ഫുട്ബോളിനെ എങ്ങനെയാവും ആഞ്ചലോട്ടി പൂട്ടുകയെന്നാണ് കണ്ടറിയേണ്ടത്. ഉയരക്കുറവ് എന്ന ദൗർബല്യത്തെ വേഗം കൊണ്ടും മിന്നൽ പാസ് കൊണ്ടും മറികടക്കുന്ന ജപ്പാൻ 1-2 താരങ്ങളിലേക്ക് ഒതുങ്ങാത്ത ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്നതാണ് എടുത്തു പറയേണ്ടത്. നേർക്കുനേർ കണക്കിൽ ബ്രസീലിന് മുൻതൂക്കമുണ്ട്. 10 തവണ നേർക്കുനേരെത്തിയപ്പോൾ 7 തവണയും ബ്രസീൽ ജയിച്ചു. 1 തവണ ജപ്പാൻ ജയിക്കാൻ സാധിച്ചപ്പോൾ 2 മത്സരം സമനിലയിലായി. ലോകകപ്പ് ചരിത്രത്തിൽ 1 തവണയാണ് ഇരു ടീമും നേർക്കുനേരെത്തിയത്. അന്ന് ജയം ബ്രസീലിനൊപ്പമായിരുന്നു. 2006 ലോകകപ്പിലായിരുന്നു ഈ മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീൽ 4-1 ജപ്പാനെ തകർത്തുവിട്ടത്. റൊണാൾഡോ നസാരിയോ ഇരട്ട ഗോൾ നേടിയ മത്സരമായിരുന്നു അത്. നിലവിലെ താരപ്രൗഢിയും കണക്കുകളും നോക്കുമ്പോൾ സ്വാഭാവികമായും ബ്രസീലിന് മുൻതൂക്കമുണ്ട്. എന്നാൽ ഓരോ ലോകകപ്പിലും പ്രകടനം മെച്ചപ്പെടുത്തി മുന്നേറുന്ന ജപ്പാൻ ഇത്തവണ തങ്ങളുടെ വരവ് വെറുതെയില്ലെന്ന് തെളിയിക്കാൻ ഉറച്ചാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാനെ കാനഡകൾ ഭയക്കുക തന്നെ വേണം. എസയുടെയും ഡൈച്ചി കമാഡയും കീറ്റ നക്കമുറയും എല്ലാം ഉൾപ്പെടുന്ന ജപ്പാന്റെ കരുത്ത് ബ്രസീലിന്റെ കിരീടമുഖം അവസാനിപ്പിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. തന്ത്രങ്ങളുടെ ആശാൻ കാർലോ അഞ്ചലോട്ടിയും കാനഡപ്പടിയും ഒരു വശത്ത്, അതിവേഗ പാസുകളും അച്ചടക്കമുള്ള പ്രതിരോധവുമായി ജപ്പാൻ മറുവശത്ത്. നോക്കൌട്ട് പോരാട്ടങ്ങളിൽ ചരിത്രത്തിനോ കണക്കുകൾക്കോ വലിയ സ്ഥാനമില്ല. അന്ന് മൈതാനത്ത് മികച്ച കളി പുറത്തെടുക്കുന്നവർക്ക് മാത്രമായിരിക്കും വിജയം. നെയ്മറും വിനീഷ്യസും ചേർന്ന് ജപ്പാൻ കോട്ട തകർക്കുമോ അതോ സാമുറായികളുടെ വേഗതയിൽ കാനഡകൾ വീഴുമോ? കാത്തിരുന്ന് കാണാം.